എന്തും സംഭവിക്കാവുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് ആറന്മുള. പ്രധാന മത്സരം അബിൻ വർക്കിയും വീണ ജോർജും തമ്മിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആറന്മുളയ്ക്ക് അത്ര NDA വിജയിപ്പിക്കാൻ മാത്രം ശക്തിയുണ്ടോ എന്നുള്ള കാര്യം ഇനി അവർ തെളിയിച്ചാൽ മാത്രം നമുക്ക് പറയാവുന്നതാണ്. ശക്തമായ മത്സരമുണ്ട്. അത് മാത്രമല്ല NDAയുടെ സ്ഥാനാർത്ഥിക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. കുമ്മനം രാജശേഖരൻ്റെ വരവോടുകൂടി ആറന്മുളയും ഒരുതരം ത്രികോണ മത്സരത്തിൻ്റെ സാധ്യതയിലേക്കാണ് പോകുന്നത്. പക്ഷെ അപ്പോഴും പ്രധാന ഫൈറ്റ് നടക്കുന്നത് വീണ ജോർജും അതുപോലെ തന്നെ അബിൻ വർക്കിയും തമ്മിലാണെന്ന് പറയേണ്ടി വരും. കാരണം ആറന്മുളയ്ക്ക് അത്ര NDA വിജയിപ്പിക്കാൻ മാത്രം ശക്തിയുണ്ടോ എന്നുള്ള കാര്യം ഇനി അവർ തെളിയിച്ചാൽ മാത്രം നമുക്ക് പറയാവുന്നതാണ്. കാരണം നിലവിൽ അതിന് സ്റ്റാറ്റിസ്റ്റിക്കലായ തെളിവുകളൊന്നും ആ നിലയിലില്ല. പക്ഷെ അവിടെയും ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ്റെ സാധ്യത ഉണ്ടാവാം. കാരണം രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നാവുകയും മൂന്നാമത്തെ സ്ഥാനാർത്ഥി മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ നിന്നാവുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മൾ പറയുന്ന പോലെ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മത്സരത്തിൻ്റെ സ്വഭാവം മാറാൻ സാധ്യതയുണ്ട്. അതല്ലാത്ത പക്ഷം ആറന്മുളയിൽ ശക്തമായ മത്സരമുണ്ട്. അത് മാത്രമല്ല NDAയുടെ സ്ഥാനാർത്ഥിക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. CPIM-ഉം INC മാറി വന്നിട്ടുള്ള സ്ഥലമാണ് ആറന്മുള എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് മാറി 2 ടേം കണ്ടിന്യൂസ് ആയിട്ട് വന്ന ആളാണ് വീണ ജോർജ്. അപ്പോൾ അവിടെ വീണ ജോർജിനെ ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു സാമുദായിക സമവാക്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ പിന്തുണ വീണ ജോർജിന് ശക്തമായിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ ഒരു പരസ്യമായ രഹസ്യമാണ്. അതേപോലെ തന്നെ ആറന്മുളയിലാണ് കേരളത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പെന്തക്കോസ് വിഭാഗങ്ങളുടെ അവാന്തര ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പെന്തക്കോസ് വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ആറന്മുള. അവർക്ക് അവിടെ ഡിസൈസീവായ മാർജിനൽ വോട്ടുകൾ അവർ ഹോൾഡ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ 2 കമ്മ്യൂണിറ്റിയും വീണ ജോർജിനെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പൊതുവായ ഒരു നേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫാക്ടറിനെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള അബിൻ വർക്കിയുടെ കഴിവായിരിക്കും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ അവിടെ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ. എന്തും സംഭവിക്കാവുന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലാണ് ആറന്മുള. പക്ഷെ നമ്മൾ യുക്തിഭദ്രമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രധാന മത്സരം അബിൻ വർക്കിയും വീണ ജോർജും തമ്മിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം ഹിന്ദു വോട്ടുകളെ പൂർണ്ണമായും സമാഹരിക്കാൻ NDAക്ക് ഒരിക്കലും കഴിയില്ല കേരളത്തിൽ എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതിനകത്ത് പിന്നെയും സാമുദായികമായ മറ്റ് പിരിവുകളും കൂടെ വരുന്നതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഫാക്ടർ കൊണ്ട് മാത്രം NDAക്ക് ഒരു വിജയ സാധ്യത നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ മത്സരം അപ്പോഴും 3 പേരും മത്സരത്തിൽ റെലവൻ്റ് ആണ്. ഒരാളുടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് അടുത്ത ആളുടെ റിസൾട്ടിനെ ബാധിക്കുകയും ചെയ്യും. കാരണം ആൻറ്റി ഇൻകംബൻസി വോട്ടുകളെ കുറച്ച് കൂടുതൽ NDA പിടിക്കുകയാണെങ്കിൽ വീണ ജോർജിന് വിജയം എളുപ്പമാവും. അവർ കുറച്ചുകൂടെ മാർജിനിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മത്സരം വളരെ ശക്തമാണ്. ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഫാക്ടർ ഏറ്റവും അധികം വേണമെങ്കിൽ വീണ ജോർജിൻ്റെ പേരിൽ ആരോപിക്കപ്പെടാവുന്നതുമാണ്. ആ ഒരു ഘടകം പ്രവർത്തിക്കുകയാണെങ്കിൽ വീണ ജോർജിൻ്റെ സാധ്യതകളും പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളും എന്തൊക്കെയാണ്? 2 പ്രശ്നങ്ങൾ വീണ ജോർജ് മന്ത്രിയായി വരുമ്പോൾ ഉണ്ടായിരുന്നു. അതായത് ഒന്നെന്ന് പറയുന്നത് അവർ CPM-ലേക്ക് താരതമ്യേന പുതിയതായി വന്ന ഒരാളാണ്. അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാഭാവികമായും മുതിർന്ന ആളുകളുടെ ലീഡർഷിപ്പിൻ്റെ സൈഡിൽ നിന്നും കേരളത്തിൻ്റെ പൊതുസമൂഹത്തു നിന്നും പലതരത്തിലുള്ള വിമർശനങ്ങൾ ചുറ്റിപ്പറ്റി അന്നേ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ മാധ്യമരംഗത്തു നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വരികയും അവർ പൊടുന്നനെ ആ നിലയിൽ അവർക്ക് അംഗീകാരം കിട്ടിയെന്ന് പറയുന്ന ഒരു കാര്യം അത് കുറച്ച് അൺറിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. 2, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കാര്യമായി ആഘോഷിക്കപ്പെട്ട ഒരാരോഗ്യമന്ത്രിയെയാണ് അവർ റീപ്ലേസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ അവർ ശൈലജ ടീച്ചറെ സക്സീഡ് ചെയ്ത് വന്ന ആരോഗ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യമായ പ്രതീക്ഷകളുടെ ഒരു ഭാരം അവരുടെ മേലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഔട്ട് പെർഫോം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടേക്ക് വരുമ്പോൾ റുട്ടീനായ എന്തെങ്കിലും കാര്യത്തിനപ്പുറത്തേക്ക് വലിയ ശ്രദ്ധ കിട്ടുന്ന എന്തെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം ശരിക്കും വീണ ജോർജിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ ജോർജിൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരുടെ കാലഘട്ടത്തിൽ അവർ വിമർശനം നേരിട്ട പല കാര്യങ്ങളും മെഡിക്കൽ നെഗ്ലിജൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതിൽ ആരോഗ്യമന്ത്രിക്ക് നേരിട്ടൊന്നും ചെയ്യാനില്ല. അവിടെ എല്ലാം അവർ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. പിന്നെ കാരണം എന്തെന്നറിയില്ല. സത്യത്തിൽ കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയേണ്ടതാണ്. വീണ ജോർജ് കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ തോതിൽ അവരെ ആക്രമിച്ചിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ മന്ത്രിമാരെയും നിങ്ങൾ എടുത്താൽ കഴിഞ്ഞ 6 മാസം ഏറ്റവും കനപ്പെട്ട പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സാഹചര്യവും വീണ ജോർജിനുണ്ട്.
അവിടെ അവർ മാധ്യമങ്ങൾ വലിയ തോതിൽ അവരോട് മാധ്യമങ്ങൾ ഒരു തരത്തിൽ ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ് അവർ തമ്മിലുള്ളൊരു ഒരു ഒരു ദ്വന്ദ്വം, പത്രസമ്മേളനങ്ങൾ പലതും കലുഷിതമായ പത്രസമ്മേളനങ്ങളായി മാറുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം പൊതുവിലുള്ള ഇമേജിൽ അവരെ ദോഷകരമായി ബാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അബിൻ വർക്കിയുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിൽ വളരെ പോപ്പുലറായ ഒരാളാണ്. ചാനൽ ചർച്ചകളിലുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അഗ്രസീവായ ഒരു ഇടപെടലിലൂടെ സ്വാഭാവികമായും ചർച്ചകളിൽ കോൺഗ്രസിന് മേൽക്കൈ നേടിക്കൊടുക്കാൻ കഴിവുള്ള ഒരു ഡിബേറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കാര്യമായ അറ്റൻഷൻ ഉണ്ട്. ആ അറ്റൻഷൻ തന്നെയാണ് അദ്ദേഹത്തിനെ അവിടെ ഏറ്റവും ഹെൽപ്ഫുൾ. അതായത് അബിൻ വർക്കിക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുമ്പോൾ അവിടെയും അദ്ദേഹത്തിന് പരിചയപ്പെടുത്തലുകളൊന്നും വേണ്ട എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആനുകൂല്യമാണ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിന് ക്ലെയിം ചെയ്യാൻ കഴിയുന്ന വോട്ടുകളുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കോൺഗ്രസ് മുമ്പ് ജയിച്ചിട്ടുള്ള സ്ഥലവുമാണ്. കോൺഗ്രസിന് ബാലികറാമല എന്നൊന്നും പറയാൻ പറ്റുന്ന സ്ഥലം മാത്രമല്ല, അവിടുത്തെ കൾച്ചറൽ ഇക്വേഷൻസ്, അവിടുത്തെ സാമുദായിക സമവാക്യങ്ങൾ, ഇതെല്ലാം കോൺഗ്രസിന് അനുഗുണമായിട്ടുള്ള സാധനം. അവിടെ സത്യത്തിൽ വീണ ജോർജിനെ പോലെ ഒരു ആളെ ഉപയോഗിച്ച് ഇടതുപക്ഷം ആ സ്ഥലം ഇങ്ങോട്ട് അവരുടെ സ്വന്തമാക്കി നിലനിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സ്വാഭാവികമായി UDF അനുഗുണമായിട്ടുള്ള ഒരു വോട്ടിംഗ് കൾച്ചറുള്ള ഒരു സ്ഥലമാണ്, ഒരു കമ്മ്യൂണൽ ഇക്വേഷൻ നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു ആനുകൂല്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും ഉള്ളതുപോലെ തന്നെ പുതിയൊരു സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ലോക്കൽ റെസിസ്റ്റൻസ്, പ്രത്യേകിച്ച് അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്കൽ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരു തലവേദനയാവാൻ ഇടയുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് എതിരെ അവിടെ ആദ്യം തന്നെ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടേക്ക് വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ലോക്കലിൽ നിന്ന് റെസിസ്റ്റൻസ് ഉണ്ടായതാണ്. അപ്പോൾ അത് അവിടേക്ക് വന്ന് എലക്ഷൻ മെഷീനറിയെ ചലിപ്പിക്കേണ്ടി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ തലവേദന സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ തരത്തിലൊരു നിസ്സഹകരണം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കാൻഡിഡേറ്റിനെ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ തോതിൽ കുറയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിനകത്ത് മുമ്പോട്ട് പോവാം. കാരണം വീണ ജോർജ് ഒന്ന് കേരളത്തിലെ ഇടതുപക്ഷം 10 വർഷമായി ഭരിക്കുന്നു എന്നതിൻ്റെ പേരിലുള്ള പൊതുവായ ആൻറ്റി ഇൻകംബൻസി, രണ്ട് പേഴ്സണലായി മന്ത്രി എന്ന നിലയിൽ അവരുടെ പെർഫോമൻസിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു പൊതുബോധത്തിലൂന്നി ഈ രണ്ട് കാര്യവും ക്യാരി ചെയ്യുന്നുണ്ട്. അബിൻ വർക്കിനെ സംബന്ധിച്ച് ഒരു പരീക്ഷണത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ, മാറ്റത്തിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്, എലിജിബിളായ ഒരു ചെറുപ്പക്കാരനാണ്. അത് അദ്ദേഹത്തിന് പ്രത്യേകിച്ചും മത്സരം പൊളിറ്റിക്കലായി വരുമ്പോൾ അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് എന്തില്ല, ആൾക്കാരുടെ ശത്രുതയുടെ പ്രശ്നമില്ല, അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും അദ്ദേഹത്തിന് അവിടെ ഇല്ല. അദ്ദേഹത്തിന് ഒരു ക്ലീൻ സ്ലേറ്റിൽ ആരംഭിക്കാം. എന്നാൽ വലിയൊരു ബാഗേജും തൂക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ എതിരാളി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കുമ്മനം രാജശേഖരൻ്റെ സാധ്യതകളും അതുപോലെ തന്നെ പ്രതികൂല ഘടകങ്ങളും എന്തൊക്കെയായിരിക്കാം? ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ടാളുകളെയും പല കാരണം കൊണ്ട് വേണ്ടാന്ന് വെക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബേസും കൂടെ ആറന്മുളയിലുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായും ഒരു ചോയ്സ് എന്ന നിലയിൽ എടുക്കാവുന്ന ഒരാളാണ് കുമ്മനം രാജശേഖരൻ. ഇപ്പോൾ കുമ്മനം രാജശേഖരൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു പ്രധാന ഘട്ടത്തിലെല്ലാം അദ്ദേഹം വളരെ തീവ്രമായ നിലപാടുകളുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ തരത്തിലൊരു പൊതു സ്വീകാര്യത ഉണ്ടായിരുന്നില്ല. വളരെ അതെ, നിലയ്ക്കൽ സമരം ഉണ്ടാവുന്നു, മാറാട് പ്രശ്നത്തിലുമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിലവിലുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിലൊരു സ്വീകാര്യത അന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കാലക്രമത്തിൽ അദ്ദേഹത്തിനെ ആ നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം പ്രത്യേകിച്ച് അതൊന്നും പബ്ലിക് മെമ്മറിയിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള കാര്യങ്ങളല്ല. കുറച്ചുകൂടെ മുതിർന്ന ആളുകളുടെ ഇതിലുണ്ടാവുമായിരിക്കും, അതിനപ്പുറത്തേക്കില്ല. മാത്രമല്ല സമീപകാലത്തൊന്നും മേ ബി ഒരു ദശാബ്ദത്തിൽ അദ്ദേഹം കാര്യമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെട്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹം BJPയുടെ ഒരു മുതിർന്ന നേതാവ് എന്ന നിലയിൽ അവിടെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ കൾച്ചറലായ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് ഈ രണ്ട് മുന്നണിയോട് താല്പര്യമില്ലാത്തവരോ വ്യക്തികളോട് താല്പര്യമില്ലാത്തവരോ ആണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ചൂസ് ചെയ്യാവുന്ന ഒരാൾക്കാരാണ്. അതുപോലെ താമര ചിഹ്നത്തിൽ ഒരു കാൻഡിഡേറ്റ് വരുമ്പോൾ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലെ തിരഞ്ഞെടുപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ട് ഒരു ഏറ്റവും കൂടുതൽ വോട്ട് ബേസ് ഉണ്ടാവുന്ന കേരളത്തിലെ കാസ്റ്റ് ഹിന്ദുസിനിടയിൽ നിന്നാണ്. അത് അവരുടെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയ സ്ഥലമാണ് ആറന്മുള. സിഗ്നിഫിക്കൻ്റ് ആയ വോട്ട് ബേസ് കേരളത്തിലെ കാസ്റ്റ് ഹിന്ദുസിനുണ്ട്, NSSന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു എലിജിബിൾ കാൻഡിഡേറ്റ് ആയിട്ട് ഇദ്ദേഹം വരുന്നു. അപ്പോൾ അദ്ദേഹവും ഒരു കോർ വോട്ട് ബേസ് വെച്ചിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. അദ്ദേഹം നിലവിലുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ വോട്ട് പിടിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ
അത് വീണ ജോർജിന് അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. പൊതുവിൽ ആറന്മുള നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഇപ്പം നേമമൊക്കെ പോലത്തെ മണ്ഡലത്തിലുള്ള അത്ര സജീവമായ ഒരു ത്രികോണ മത്സരമില്ല. ഇനി അങ്ങനെ ഒരു മത്സരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ആ വോട്ടിംഗ് ദിനത്തിലാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് വോട്ടിംഗ് ദിനത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെയുള്ള ഫാക്ടേഴ്സ് വർക്ക് ചെയ്യുകയും ആളുകൾ അങ്ങനെ മൂന്നായി പിരിഞ്ഞ് ഒരു വോട്ടിങ്ങിലേക്ക് പോവുകയും ചെയ്താൽ, പക്ഷെ അവിടെ അപ്പോഴും ആര് ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഇത്തരം മണ്ഡലങ്ങളിൽ ഒരു സ്വിംഗ് വോട്ടേഴ്സിൻ്റെ സപ്പോർട്ട് NDAക്ക് പോകാൻ സാധ്യതയില്ല. കാരണം അവർ ജയിക്കില്ല എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളത്തിലെ സ്വിംഗ് വോട്ടേഴ്സ് എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് കണക്കാക്കാൻ പോകുന്നത് അവർ ഭരിക്കാൻ പോകുന്ന ആളുകളുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ്. അപ്പോൾ ആ വോട്ടുകൾ സമാഹരിക്കുന്നതിലുള്ള ഒരു ശക്തിക്കുറവാണ് ഇവിടുത്തെ ത്രികോണ മത്സരത്തിനെ താരതമ്യേന ദുർബലമാക്കുന്ന ഒരു സംഗതി. പക്ഷെ അപ്പോഴും 3 പ്രബല സ്ഥാനാർത്ഥികൾ, 3 അവരെ തുണയ്ക്കാൻ ശേഷിയുള്ള വിവിധ വിഭാഗങ്ങൾ, അവരുടെ പൊളിറ്റിക്കൽ ബിഹേവിയർ, ഇതുവരെയുള്ള പൊളിറ്റിക്കൽ ബിഹേവിയർ, അതുകൊണ്ട് തന്നെ 3 പേരെയും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു മത്സരം നടക്കുന്ന സ്ഥലം തന്നെയാണ്